ഹായ് എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ബേസിക് ഗ്രാമർ പോർഷനായ ഈസ്, ആം, ആറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ഈ സാം ആറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ സാം ആർ നോർമലി നമ്മൾ അറ്റ് പ്രസന്റിൽ അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിലുള്ള രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം വി യൂസ് ഈസ് വിത്ത് എ സിംഗുലർ നൗൺ. എപ്പോഴും ഈസ് നമ്മൾ സിംഗുലർ നൗണിന്റെ കൂടെയാണ് യൂസ് ചെയ്യാറ്. ആർ വിത്ത് എ പ്ലൂറൽ നൗൺ. ആർ എപ്പോഴും പ്ലൂറൽ നൗണിന്റെ കൂടെയാണ്. ആം വിത്ത് ഐ. ആം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെയാണ്. നമ്മൾ സിംഗുലർ നൗണിനെ കുറിച്ചും പ്ലൂറൽ നൗണിനെ കുറിച്ചും ഒരു ക്ലാസ് നമ്മുടെ പ്രീവിയസ് ക്ലാസ് അതിനെ കുറിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ ആ ക്ലാസ്സോടെ എല്ലാവരും കാണുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഐ എപ്പോഴും ആമിന്റെ കൂടെയാണ്. ഐ ആം എന്നേ പറയുള്ളൂ കേട്ടോ. ഹി, ഷീ, ഇറ്റ് ഇത് മൂന്നിന്റെയും കൂടെ നമ്മൾ ഈസ് എന്നാണ് ചേർക്കുക. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ് എന്നേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ആർ എവിടെയാണ് നോക്കാം. യു, വി, ദേ ഇതിന്റെ മൂന്നിന്റെയും കൂടെ ആറാണ് ചേർക്കുക. യു ആർ, വി ആർ, ദേ ആർ. ഒന്നുകൂടെ പറയാം. ഐ ആം. ഐ എപ്പോഴും ആമിന്റെ കൂടെ. ഐ ആം. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. യു ആർ, വി ആർ, ദേ ആർ. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾ എഴുതി നോക്കാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ആ എക്സാമ്പിൾ വൈസ് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് ഹി ഈസ് എ ബോയ്. ഹി ഈസ് എ ബോയ്. ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഈസ് ആണ്. കണ്ട, ഈസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആണ് എന്ന് പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ട, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിൽ അല്ലെങ്കിൽ അറ്റ് പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ എഴുതുക. ഹി ഈസ് എ ബോയ്. അവൻ ഒരു ആൺകുട്ടിയാണ്. ആണ് എന്ന് പ്രസ്താവിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. രണ്ടാമത് എഴുതിയേക്കുന്നത് നോക്കിക്കേ. ഷീ ഈസ് എ ഗേൾ എന്ന് പറഞ്ഞാൽ എന്താ? അവൾ ഒരു പെൺകുട്ടി ആണ്. കണ്ടോ, വീണ്ടും ആണ് എന്ന് പ്രസ്താവിക്കുകയാണ്. മൂന്നാമത് ഇറ്റ് ഈസ് എ ഫിഷ്. അത് ഒരു മീനാണ് അല്ലെങ്കിൽ ഫിഷ് ആണ്. കണ്ടോ, ആണ് എന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ് എന്നാണ് പറയുക. ഇത് സിംഗുലർ നൗൺ ആണ്. കണ്ടോ, ഒരാളാണ്. ഹി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഷീ എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒന്നാണ്. ഇറ്റ് എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. ഫോർത്ത് വൺ നോക്കിയേ. യു ആർ ബ്യൂട്ടിഫുൾ. അപ്പൊ നോക്കുക, ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോഴറിയാം. യു എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിയേ. യു ആർ. നമ്മൾ യു എന്ന് പറയുന്നതും സിംഗിൾ പേഴ്സൺ ആണ്. പക്ഷെ യു എന്നുള്ളതിന്റെ കൂടെ നമ്മൾ ഈസ് ചേർക്കില്ല, ആറ് മാത്രമേ ചേർക്കുള്ളൂ. യു ആർ ബ്യൂട്ടിഫുൾ. നിങ്ങൾ സുന്ദരിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഫിഫ്ത്ത് വൺ നോക്കിയേ. വി ആർ ഹിയർ. ഇവിടെ നമ്മൾ വിയുടെ കൂടെ ആറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോട്ട് ഓൺലി സിംഗിൾ പേഴ്സൺ അല്ലെ, മോർ ദാൻ വൺ ആണ്. ഒന്നിൽ കൂടുതൽ, അതായത് പ്ലൂറൽ നൗൺ ആണ്. കണ്ടോ, വി ആർ ഹിയർ. ഞങ്ങൾ ഇവിടെ ആണ് എന്ന് വീണ്ടും പ്രസ്താവിക്കുകയാണ്. സിക്സ്ത് വൺ നോക്കിക്കേ. ദേ ആർ ഫ്രണ്ട്സ്. കണ്ടോ, ദേ അവർ. അപ്പൊ ഒരു വ്യക്തിയാണോ? അല്ല, ഒന്നിൽ കൂടുതലുണ്ട്. കണ്ടോ, ദേ ആർ. അപ്പൊ ദേ എന്നുള്ളതിന്റെ കൂടെ നമ്മൾ ആർ എന്നാണ് യൂസ് ചെയ്യുക. കണ്ടോ, ദേ ആർ ഫ്രണ്ട്സ്. അവർ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ അവർ ഫ്രണ്ട്സ് ആണ് എന്ന് നമ്മൾ പ്രസ്താവിക്കുകയാണ്. ഇവിടെ നോക്കിയ സെവന്ത് വൺ. ഐ ആം എ വുമൺ. ഞാൻ ഒരു സ്ത്രീയാണ്. കണ്ടോ, ഐയുടെ കൂടെ എപ്പോഴും നമ്മൾ ആം ആണ് ചേർക്കുക. ഐ ആം എ വുമൺ. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. അപ്പൊ നോക്കിയേ. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. സിംഗുലർ ആണ് അവിടെ എല്ലാം. അതിന്റെ എല്ലാത്തിന്റെയും കൂടെ നമ്മൾ ഈസ് ആണ് ചേർക്കുക. പക്ഷെ യു ആർ, വി ആർ, ദേ ആർ എന്നേ പറയുള്ളൂ. ഐയുടെ കൂടെ എപ്പോഴും ആം ആണ് നമ്മൾ ചേർക്കുന്നത്. ഐ ആം എ വുമൺ. അപ്പം ഇതെല്ലാം നമ്മൾ പ്രസന്റ് ടെൻസിലാണ് അല്ലെങ്കിൽ അറ്റ് പ്രസന്റിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിന്റെ കണ്ടിന്യൂസ് ഫോമിൽ നമ്മൾ ഇത് എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ഇവിടെ
പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രസന്റ് ടെൻസിൽ നിന്നും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറുമ്പോൾ ഈസ്, ആം, ആർ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. ആദ്യത്തെ സെന്റൻസ് നോക്കിക്കേ. ഹി ഈസ് റീഡിങ്. കണ്ടോ, വ്യത്യാസം വന്നു. ഹി ഈസ് റീഡിങ് എന്ന് പറഞ്ഞാൽ അവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഷീ ഈസ് കുക്കിംഗ്. അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നർത്ഥം. ഐ ആം വാക്കിംഗ്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും നടത്തം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ, നടന്നുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഈറ്റിംഗ്. കണ്ടോ, വി ആർ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നർത്ഥം. ദേ ആർ പ്ലേയിങ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അവർ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യു ആർ റൈറ്റിംഗ്. നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. നമ്മൾ ആദ്യം എഴുതിയത് പ്രസന്റ് ടെൻസില് ഈസ്, ആം, ആർ എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളതായിരുന്നു. അപ്പൊ കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ, റീഡിങ് എന്നുള്ളത്. അതായത് റീഡ് എന്നാണ് അതിന്റെ പ്രസന്റ് ഫോം. കണ്ടോ, അതിന്റെ കൂടെ നമ്മൾ ING കൂടെ ചേർക്കുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറി. സെക്കൻഡ് സെന്റൻസ് നോക്കിയേ, കുക്കിംഗ് എന്നല്ലേ. അപ്പോ കുക്ക്, ഇതാണ് അതിന്റെ പ്രസന്റ് ടെൻസ് അല്ലേ. അതിന്റെ കൂടെ നമ്മൾ ING ഫോമും കൂടെ ചേർത്തപ്പോൾ എന്തായി, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. ഇവിടെ വാക്കിംഗ് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അതിന്റെ പ്രസന്റ് ടെൻസിലെ വേർഡ് എന്താണ്, വാക്ക്. കണ്ടോ, അതിന്റെ കൂടെ നമ്മൾ ING ചേർക്കുമ്പോൾ എന്തായി, വാക്കിംഗ്, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. ഇങ്ങനെ ഓരോന്നും നമ്മൾ എഴുതും. ഈറ്റ് പ്ലസ് ING, ഈറ്റിംഗ്. കണ്ടോ, ING ചേർക്കുമ്പോഴാണ് പ്രസന്റ് ടെൻസിനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റാൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, പ്രസന്റ് ടെൻസിലുള്ള വേർഡിന്റെ കൂടെ ING ഫോമും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം എഴുതിയേക്കുന്നത് എങ്ങനെ കണ്ടോ, പ്ലേ പ്ലസ് ING പ്ലേയിങ്, റൈറ്റ് പ്ലസ് ING റൈറ്റിംഗ്. കണ്ടോ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ്സുകൾ നന്നായി മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.